ഇല്ല, കുറച്ച് ഇൻ്റഗ്രൽസ് പോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നോക്കാമല്ലോ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 പാർട്ട് 1 ആണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. കാണുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഈ താഴത്തെ സാധനം ഒരു വേരിയബിളിന് കൊടുക്കുക. പുട്ട് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഒരു ടി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതെന്തായി വരും. ആദ്യം നമുക്ക് സൈൻ എക്സ് കോസ് എക്സ് ആവും, പിന്നെ മൈനസ് എന്താണ് ഈ കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് ഏകദേശം നമ്മൾ രൂപമായി വരുന്നുണ്ട്. ഡി എക്സ് ഈ ഡി എക്സിന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. നിങ്ങൾ ഇത് എവിടെയോ കാണുന്നുണ്ടോ? ഇതാ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അതിൻ്റെ പകരം എന്ത് കൊടുക്കാം, നമുക്ക് ഡി ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എന്തായി മാറി, ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ ടി. കാരണം ഇത് കോസ് എക്സ് പ്ലസ് നമ്മൾ ടി ആണല്ലോ ഇട്ടത്. അപ്പോൾ ഇതെന്ത് വരും, ഇൻ്റഗ്രൽ 1/x ലോഗ് എക്സ് വരും, ln എക്സ്, നാച്ചുറൽ ലോഗ് എക്സ് ln. അപ്പോൾ ടി. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടീനെ പിന്നെയും റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്താണത്, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. സിമ്പിൾ. ഓക്കെ, ഇത് നമ്മളെ അഞ്ചാമത്തെ തന്നെ രണ്ടാമത്തെയാണ്. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് ഇത് ചെയ്യണം. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഇത് ഇതിൻ്റെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ എക്സ് സ്ക്വയർ മൈനസ് 6x എന്താണ് ഇതിൻ്റെ പകുതി എടുക്കുക. ഈ മിഡിൽ ടേമിൻ്റെ പകുതി എത്ര, 3 സ്ക്വയർ പ്ലസ് 9 പ്ലസ് ഇവിടെ ഒരു 3 ഉണ്ട്. നമ്മളൊരു ടേമിന് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറക്കുകയും ചെയ്യണം, എന്നാലത് ബാലൻസ് ഔട്ട് ആവും. അപ്പോൾ എന്താ, ഇത് ഈ പറയുന്ന എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ആക്ച്വലി എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറിൻ്റെ എന്താണ് ഫോമാണ്. അപ്പോൾ ഇത് 3 മൈനസ് 9 മൈനസ് 6 വരും. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഈ എക്സ് മൈനസ് 3നെ ഞാനൊരു വേറെ ഒരു ടി സ്ക്വയർ കൊടുക്കുവാണ്. ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മൈനസ് 6. ഇതിപ്പോൾ എന്തായി മാറി, നമ്മൾ ഇൻ്റഗ്രൽ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട, ഇതെന്തിൻ്റെ സ്ക്വയർ എന്നല്ല, √6ൻ്റെ സ്ക്വയർ 6 ആണ്. അങ്ങനെയാണ് അത് വരുന്നത്. സോ കിട്ടി. അപ്പോൾ എന്താ ഇതിൻ്റെ ആൻസർ വരുന്നത് 1/2a ഇൻറ്റു ലോഗ് മോഡ് ഇടണം. എന്താണ് നമ്മളതെടുപ്പ് ചെയ്ത് എ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. അത് പ്രകാരം ഇത് എഴുതിയാൽ എങ്ങനെയാണ് നോക്കാം. അത് പ്രകാരം ഇത് എഴുതുന്ന സമയത്ത് 1/2a പകരം ഇവിടെ എൻ്റെ സ്ഥാനത്ത് ടി ആണല്ലോ. അപ്പോൾ 2t ഇൻറ്റു ലോഗ് എന്താ പറയുക എ പ്ലസ് എക്സ് അല്ല. അപ്പോൾ ടി പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ്. അപ്പോൾ ഞാൻ ടീനെ ഇനി വീണ്ടും ആ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. എന്താണ് ടീനെ നമ്മൾ എന്തായിട്ടാണ് കൊടുത്തത്, എക്സ് മൈനസ് 3 ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ എക്സ് മൈനസ് 3 എന്താണ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. കാരണം അതാണല്ലോ നമ്മൾ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടി ആയിട്ട്. അപ്പോൾ ലോഗ് എന്താണ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് 6 അല്ലേ വരുമോ, √6. കാരണം √6ൻ്റെ സ്ക്വയർ ആണ് 6 എന്ന് പറയുന്നത്. ഇവിടെ എന്താ എക്സ് മൈനസ് 3 തന്നെ, ഇവിടെ ഒരു മൈനസ് വരും, √6 പ്ലസ് സി. ഇത് എന്താണ് നമ്മളെ ആക്ച്വലി ഈ പറയുന്ന ഇത് നമ്മളെ സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് ആണ്. സ്പെഷ്യൽ ഇൻ്റഗ്രൽസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ആദ്യത്തെയാണ് ഈ പറയുന്ന ഇൻ്റഗ്രൽ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്തിട്ട് എന്തിലേക്ക് എത്തിക്കുക, ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇതിനെ ഈ ഫോമിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം പ്ലസ് 2 നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷനിൽ എന്ന് പറയാൻ എനിക്ക് തെറ്റിപ്പോയൊരു ചോദ്യം ഉണ്ടായിരുന്നു. 1/x സ്ക്വയർ മൈനസ് 6x ഞാൻ 3 എന്നായിരുന്നു എഴുതിയത്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ 13 ആണ്. ഇത് ആക്ച്വലി 3ഉം 13 ആകുമ്പോൾ മൊത്തം ഫോർമുല തന്നെ മാറിപ്പോവും, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെന്താ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുവാണ് വിത്ത് മോർ ക്ലാരിറ്റി. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഇതിപ്പോൾ എന്താ, ഞാൻ ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ മൈനസ് 6x, ഈ 6ൻ്റെ പകുതി എത്രയാണ്, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ 9നെ ഞാൻ ആഡ് ചെയ്ത് പ്ലസ് ഇവിടുത്തെ 13. അപ്പോൾ നമ്മൾ അധികമായിട്ടൊരു സാധനത്തിന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറക്കണം, അധികം പറ്റിനെ കുറക്കണം, എന്നാലും അത് ബാലൻസ് ഔട്ടോ. ഇൻ്റഗ്രൽ 1 ഈ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 എന്നുള്ളത് ആക്ച്വലി എക്സ് മൈനസ് 3 എന്താണ് ഹോൾ സ്ക്വയർ ആണ്. ഈ പ്ലസ് 13 മൈനസ് 9 എന്ന് പറയുന്നത് ബേസിക്കലി പ്ലസ് 4. അപ്പോൾ ഇതിപ്പോൾ ലൈക്ക് ഒരു എന്താണ് ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോർമാറ്റിൽ വന്നിട്ടല്ലത്. അപ്പോൾ എന്താണ്
ആ ഫോർമാറ്റിൽ ഇപ്പോൾ ഇതില്ലത്. നമ്മളെ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ നമുക്ക് എക്സ് ആണല്ലോ ഉണ്ട്, റൂട്ട് എടുത്ത് രണ്ട് സൈഡിൽ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ടും കൂടി കട്ടാവും. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3. എ സ്ക്വയർ സ്ഥാനത്ത് 4 ആയില്ലേ അത് 4. അപ്പോൾ എ ഇസ് ഈക്വൽ ടു റൂട്ട് 4 ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു 2. നമുക്കറിയുന്നതാണ് ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. ഇത് ആക്ച്വലി സ്പെഷ്യൽ ഇൻ്റഗ്രൽസിലെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 1/a ടാൻ ഇൻവേഴ്സ് എന്താണ് x/a പ്ലസ് സി. കാരണം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണല്ലോ. ഇപ്പോൾ ഈ ഫോർമാറ്റ് വെച്ചിട്ട് ഞാൻ ഇനി ഇതിവിടെ ചെയ്യാൻ പോവാം. ഓക്കെ, 1/a ആണല്ലോ ഇതിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ 1/a എന്ന് പറയുന്നത് എന്നാ? എ സ്ക്വയർ 4, എ എന്ന് പറയുന്നത് 2. 1/2 ലോഗ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താ കിട്ടിയത്? എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ, ഇത് ആക്ച്വലി സ്ക്വയർ ഇവിടെ എടുക്കരുത്. കാരണം എന്താ? ആ എക്സ് സ്ക്വയർ ആണ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്ക്വയർ ഭാഗം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എ ആണല്ലോ, x/a. അപ്പോൾ എ എന്ന് പറയുന്നത് പിന്നെയും 2 പ്ലസ് സി. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ആൻസർ വരിക. ഞാൻ കുറേ ദിവസമായി 2-3 ദിവസമായി ഈ ചോദ്യമായിട്ട് ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആൻസറിലെത്തിയത്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓർഡർ ചെറുതായിട്ടും തെറ്റിക്കുവാണ് നമ്മളെ മാത്സിൻ്റെ. നമ്മളിപ്പോൾ ഞാൻ 11ാമത്തെ ചോദ്യത്തിലുള്ളത് 1. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π/2 to π/2 sin raised 5x dx. ഇത് ആക്ച്വലി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലെ ഒരു പ്രോപ്പർട്ടിയുണ്ട്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഞാൻ അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്. ഞാൻ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്. ഈ എക്സിൻ്റെ പകരം എന്തിട്ട് കൊടുത്ത്? -x ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആയി കൊടുത്ത്. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഫംഗ്ഷൻ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ വി സേ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയുന്നൊരു കാര്യം ഇൻ്റഗ്രൽ -a to a എന്താണ്? കാരണം ഇത് -π/2 ടു ഇതൊരു എന്താണ്? ആകെ ഒരു മൈനസ്, ഒരേ സാധനം തന്നെ പക്ഷേ മൈനസ് താഴെയുണ്ട്, മുകളിൽ പോസിറ്റീവ്. അപ്പോൾ ഞാൻ ജനറൽ ഫോർമാറ്റ് ഇത് -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ 0. അതാണോ എന്നില്ലാതെ നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നും നോക്കണം, നേരെ അങ്ങ് 0 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ മതി. നമ്മളിതാ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് sin raised to 5x dx. ഞാൻ എക്സിന് പകരം -x കൊടുത്ത്. അപ്പോൾ sin raised to 5 -x dx ആണത്, സോറി, sin raised to -5 അല്ല -x വന്ന് അറിയുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ ട്രിഗ്നോമെട്രി ഒന്നും കൂടി ഞാൻ വീണ്ടും പറയേണ്ട അവസ്ഥയാണ്. സൈൻ ഓഫ് -x, സൈൻ ഓഫ് -θ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് -θ എന്ന് പറയുന്നത് മൈനസ് ഓഫ് സൈൻ തീറ്റ. മൈനസ് പുറത്തേക്ക് വരും. അപ്പോൾ അത് പ്രകാരം ഇതെന്ത് സംഭവിക്കും? ഈ 5-നൊന്നും സംഭവിക്കുന്നില്ല, ഈ മൈനസ് പുറത്തേക്ക് ചാടും. സൈനിൻ്റെ മൈനസ് എന്താണ്? സൈൻ റൈസ് ടു 5x. ഇതെന്തായി മാറി? ഈ മൈനസ് ഇവിടെ പോട്ടെ. ഇതെന്ത് ഫംഗ്ഷനാണ്? നമ്മൾ എഫ് ഓഫ് എക്സ് ആണ്. ഇതാ എഫ് ഓഫ് എക്സ് സൈൻ റൈസ് ടു 5dx. അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടി. എന്ത് കിട്ടി? നമ്മളെ ഇതാ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്താ? എഫ് ഓഫ് എക്സ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. സോ ഇൻ്റഗ്രൽ -a to a integral -π/2 to π/2 sin raised to 5x dx. Because it is an odd function, we say this integral I is equal to integral -π/2 to π/2 sin raised to 5x dx equal to എന്താണ്? വട്ടം വട്ടം നാരങ്ങ വലിയ 0. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് 11th സെക്കൻഡ് ക്വസ്റ്റ്യന് എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ, ഇത് എല്ലാം ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ -1 to 2. ഇത് ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ എന്ന് പറയേണ്ടത് മോഡ് x³ - x ആയില്ലത്. അപ്പോൾ ഇത് എന്ന് പറയേണ്ടത് ഡയറക്റ്റ് നമുക്ക് ചെയ്യാനാവില്ല. കാരണം മോഡ് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന കേസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇതിപ്പോൾ x³ - x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതാണ് x³ - x is equal to 0. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഞാൻ ഇങ്ങനെ എഴുതി, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത്. ഇതിനെ എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് പുറത്തെടുത്ത് x² - 1. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. x² × x x³ - 1 - x ഈക്വൽ ടു 0. ഇതിനൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇത് ആക്ച്വലി x² - 1² a² - b². അപ്പോൾ a² - b² ഇസ് ഈക്വൽ ടു a + b × a - b. അപ്പോൾ x + 1 × x - 1 ഈക്വൽ ടു 0.
ഇതിപ്പോൾ ഞാൻ ക്രിറ്റിക്കൽ പോയിൻറ്റ്സ്, അതായത് ഇത് ഫംഗ്ഷൻ 0 ആയി പോകുന്ന പോയിൻറ്റ്സ് ആണ് ക്രിറ്റിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് എഴുതുവാണ്. ഒന്ന് നമ്മൾ ഒബ്വിയസ്ലി ഈ ടേം 0 ആയി കഴിഞ്ഞാൽ ഇത് മൊത്തം 0 ആയി പോകും. 0 ഇൻറ്റു ഈ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 0 ഇൻറ്റു ഈ ടേം ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി പോകും. പിന്നെ എന്ത് ചെയ്യുക, എനിക്ക് x+1 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = എനിക്ക് -1 എന്ന് കിട്ടി. അപ്പോൾ അതൊരു പോയിൻറ്റ്. ഇത് അതേപോലെ ഇവിടെ ഈ ഒരു പോയിൻറ്റ് കൊണ്ടുണ്ട് x-1 = 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x = 1 കിട്ടി. ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന 1 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ +1. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്പർ ലൈൻ വരച്ച് 0നെ നടുക്ക്, ഇവിടെ -1, ഇവിടെ +1. വേവി കർവ് മെത്തേഡ് പ്രകാരം ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്തു, ഞാൻ ഇനി ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. I = ഇൻ്റഗ്രൽ -1 എന്നല്ലേ. അപ്പോൾ ഇതാ ഞാൻ കണ്ടു, ഇതാ -1 നമ്മൾ ഏതല്ല ഇൻ്റർവെൽസ് വരുന്നത്. ഇതെന്തുകൊണ്ട് ഇൻ്റർവെൽസ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തം വരെ പോകുന്ന സമയത്ത് ഇത് പോസിറ്റീവാണ്. പക്ഷേ 0 എനിക്ക് ഇതിപ്പോൾ ഇവിടെ 2 ഉണ്ട് ആക്ച്വലി. പക്ഷേ എനിക്ക് ഇങ്ങനെ ഡയറക്റ്റ് പോകുന്നത് പ്രശ്നമല്ല. പക്ഷേ അത് പോകുന്നുണ്ടെങ്കിൽ പക്ഷേ എന്തായിരിക്കണം, ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ, -1 മുതൽ 0 വരെ എനിക്ക് വളരെ സുഖമായിട്ട് ഇവിടുന്ന് മുതൽ ഇവിടുത്തം വരെ എത്താൻ പറ്റുമായിരുന്നു. ഇവിടെ ഒന്നും പ്രശ്നമില്ലെങ്കിൽ. പക്ഷേ ഇവിടെ എന്ത് പ്രശ്നം പറ്റി, ഇവിടുത്തം വരെ ഓക്കെ പ്ലസ്, പക്ഷേ ഇവിടെ അതിൻ്റെ സ്വഭാവം മാറി. ഇവിടെ 0 to 1 ഇതിന് -1, പിന്നെ 1 to 2 പിന്നെയും എന്താ, ഇതിപ്പോൾ മൈനസിന് മര്യാദയ്ക്ക് പോകുന്നത് പിന്നെയും തിരിഞ്ഞ്, പിന്നെ ആ സൈൻ ഒന്നും കൂടി മാറി. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഈ mod x നമുക്കിങ്ങനെ ഓരോ ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ 3 ക്രിറ്റിക്കൽ പോയിൻറ്റിലുണ്ട് 3 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെല്ല് ഇവിടുന്ന് മുതൽ ഇവിടുത്തം വരെ -1 to 0 എന്താണ് x³ - x. അതിൻ്റെ എന്താ മോഡ് ഞാൻ ഒഴിവാക്കി, അതിൻ്റെ പകരം ഞാൻ പ്ലസ് ഇട്ട്. കാരണം എന്താ, ഇവിടെ എന്ന് പറയേണ്ടത് പോസിറ്റീവ്. അപ്പോൾ ഇവിടുത്തെ സൈന് മാറ്റേണ്ട ആവശ്യമില്ല. x³ - x എന്ന് നമ്മൾ എന്താണ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. dx പ്ലസ് ഇത് കുറച്ച് ചെയ്യാനുണ്ട്, മനസ്സിലാക്കാൻ കുറച്ച് സംഭവം ഉണ്ട് എന്ന് പറയേണ്ടത്. ഇനി അടുത്തത് 0 to 1 ആണ്. ഇനി അടുത്ത എന്ന് പറയേണ്ടത് നമ്മളെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to 1 x³ - x. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ മൈനസ് ആയില്ലത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മോഡിൻ്റെ ഉള്ളിൽ എന്താണ് നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ =- ഓഫ് ആ വാല്യൂ. അതായത് ഇപ്പോൾ ഒരു വാല്യൂ, ഇപ്പോൾ എക്സിൻ്റെ എന്താണ്, ഇപ്പോൾ എക്സ് ഒരു നെഗറ്റീവ് വാല്യൂ ആകുന്നുണ്ടെങ്കിൽ ഈ മോഡ് അതിന് എങ്ങനെയാണ് എന്ന് പറയേണ്ടത് പോസിറ്റീവ് ആക്കുക. മൈനസ് പുറത്തിടൂ, എന്നിട്ട് -x. ഈ -x ഓൾറെഡി ഇല്ലത്, ഈ മൈനസ് ഈ മറ്റേ മോഡ് കളയുമ്പോൾ എക്സ്ട്രേറ്റ് വന്നതാണ്. അന്നേരം ഈ മൈനസും കട്ടായിട്ട് പ്ലസ് x ആയിട്ട് വരും. മോഡിൻ്റെ ഫംഗ്ഷൻ തന്നെ എന്നാൽ ഉള്ളിലുള്ള നെഗറ്റീവ് വാല്യൂവിനെ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താക്കി മാറ്റണം, പ്ലസ് വാല്യൂ ആക്കി മാറ്റണം. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് x, അല്ല mod x. അപ്പോൾ എന്താ, ഇനി ഇത് നെഗറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ ഇവിടെ പുറത്തൊരു മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഇവിടെയും ഇതിൻ്റെ ഉള്ളിലും ഇങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം, dx പ്ലസ്. ഇനി നമ്മൾ ഒന്നും കൂടി ഫംഗ്ഷൻ ഇത് ചെയ്തതാണ്. ഇനി 1 to 2 ഇവിടുന്ന് മുതൽ ഇൻ്റർവെല്ല് 1 to 2 x³ - x. ഇവിടെ ഞാൻ മൈനസ് പുറത്ത് വിടേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ എന്താ ഇവിടുത്തെ സൈന് പോസിറ്റീവാണ്. അപ്പോൾ ആദ്യത്തെ മൂന്നാമത്തേൻ്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ നോർമലായിട്ട് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ നടുക്കത്തേൽ രണ്ടാമത്തേൽ എന്താണ് നെഗറ്റീവ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എഴുതിയ ശേഷം ഞാൻ പുറത്തൊരു മൈനസ് ഇട്ട് കൊടുക്കണം, dx. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോവാം. ഇനി എന്താണ്, ഇതിനെ ഞാൻ വേണ്ടിക്ക് ഇവിടെ തന്നെ മാറ്റാം. ഇത് എന്തായി, ഇവിടെ ഈ മൈനസ് പ്ലസ് ആയി. എക്സ് ഇത് -1 x³ വേറൊന്നും സംഭവിക്കില്ല. ഇത് ഇങ്ങനെയുള്ള സാധനം നേരെ തിരിഞ്ഞിട്ട് വരും. ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. അപ്പോൾ x - x³ വരും. ഇതിനെ ഞാൻ ആദ്യത്തേനെ ഞാൻ I1 എന്ന് വിളിച്ച്, രണ്ടാമത്തേനെ ഞാൻ I2 എന്ന് വിളിച്ച്, മൂന്നാമത്തേനെ ഞാൻ I3 എന്ന് വിളിച്ച്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയായിരിക്കില്ല. ഇനി ഇതിന് ബേസിക് സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. ഈ x³ x⁴/4 -x²/2 എന്നിട്ട് ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുക 0 to -1. അതെല്ലാം നിങ്ങൾ സ്വന്തം ചെയ്തോളുക. ഞാൻ ഇവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. I1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1/4. I2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ലിമിറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെയും 1/4. ഈ മൂന്നാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ I3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 9/4. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എന്തായി മാറി, 1/4 പ്ലസ് 1/4 പ്ലസ് 9, അല്ല സോറി ഇവിടെ പ്ലസ് അല്ല കേട്ടോ, ഇവിടെ മൈനസ് ആയി വരിക. അല്ല സോറി പ്ലസ് തന്നെയാണ് വരിക. കാരണം എന്ന് പറയേണ്ടത് നമ്മൾ ഓൾറെഡി നെഗറ്റീവിനുള്ളിൽ കയറ്റിയല്ലോ. അപ്പോൾ
ഇത് നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല, ഇത് പ്ലസ് തന്നെയാണ്. ഇവിടുത്തെ പ്ലസ് ഇതേപോലെ തന്നെ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ നെഗറ്റീവിനെ വേണ്ടിക്കൽ ഇവിടെ എത്തിയിട്ട് ഇത് മൈനസ് ആക്കാമായിരുന്നു. പക്ഷേ നമ്മൾ അത് ചെയ്യുന്നതിൻ്റെ പകരം എന്ത് ചെയ്താൽ മതി, ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ മതി. അപ്പോൾ എന്തായി, ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നെഗറ്റീവ് ഇടേണ്ട ആവശ്യമില്ല. ഇത് പ്ലസ് തന്നെ 1/4 + 1/4 + 9/4. ഇതിനൊന്നും ചെയ്യേണ്ടല്ലോ, ഡൊമിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. 4 1 1 + 1 2 2 + 9 11 11/4 ഇസ് ദ ആൻസർ. നല്ല ചോദ്യമാണ് ഇത്, ഒന്നും കൂടി നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെ 19ാമത്തേത് പാർട്ട് 1. അത് ആക്ച്വലി എളുപ്പമുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ആൾക്ക് സംഭവം എളുപ്പമായിട്ട് തോന്നിയിട്ടാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ പ്രോബ്ലം ഇത്. ഇൻ്റഗ്രൽ 1 - sin x. ഇത് ഞാൻ പറയാം, മൊത്തം ട്രിഗ്നോമെട്രി ഇവിടെ കയറി വരുന്നത്. ഇതിന് ട്രിഗ്നോമെട്രി അറിയില്ലെങ്കിൽ ഈ ചോദ്യം ഒന്നും ചെയ്യാനാവില്ല. സോ മോർ ഓഫ് ദ ട്രിഗ്നോമെട്രി ആൻഡ് ലെസ് ഓഫ് ദ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ താഴെയില്ല ഈ cos² x ഞാൻ രണ്ടിനും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത്. എനിക്ക് അങ്ങനെ ചെയ്യാമല്ലോ. a + b/c = a/c + b/c എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാമല്ലോ, ബേസിക് ഫ്രാക്ഷൻ. അപ്പോൾ ഞാൻ ഇൻ്റഗ്രൽ 1 ഇത് cos² x - sin x / cos² x. ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ തൽക്കാലത്തേക്ക് 1/cos² x അങ്ങനെ തന്നെ കേട്ടെ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ കഥ കഴിക്കുക. sin x / cos² x ഞാൻ cos x × cos x എഴുതി. പിന്നെ x × x = x². സോ cos x × cos x = cos x². അല്ല cos² x. ഇൻ്റഗ്രൽ ഇതിപ്പോൾ എന്താ 1/cos x എന്ന് പറയുന്നത് sec x. കാരണം അതിൻ്റെ റെസിപ്രോക്കലാണ് ഇത്. sec x ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് cos x. അപ്പോൾ cos x ൻ്റെ റെസിപ്രോക്കൽ sec x. അപ്പോൾ 1/cos² x ആകുമ്പോൾ എന്താ, അന്നേരം നമ്മൾ സീക്കിൻ്റെ സ്ക്വയർ വരും, sec² x. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ, ഇത് sec² x. ഇവിടെ ഞാൻ എഴുതുവാണ് ഇൻറ്റു 1/cos x. കാരണം 1 ഞാൻ എന്ന് പറയേണ്ടത് ഇതിവിടെ ഇല്ലാത്ത 1 ആണെങ്കിലും പ്രശ്നമില്ല, കാരണം 1 മൾട്ടിപ്ലൈ ചെയ്താലും ഇല്ലെങ്കിൽ എല്ലാം കണക്കന്നല്ല. സോ ഇതിനെ ഞാൻ സെപ്പറേറ്റ് കാണുവാണ്, ഇതിനെ ഞാൻ സെപ്പറേറ്റ് കാണുവാണ്. അപ്പോൾ എന്താ മൈനസ്, ഇവിടെ ഞാൻ ഇൻ്റഗ്രേഷനൊന്നും തുടങ്ങിയിട്ടില്ല, ഞാനിത് വെറുതെ ട്രിഗ്നോമെട്രി കളിച്ചുകൊണ്ടിരിക്കുക. sin x / cos x tan x ഇൻറ്റു ഈ 1/cos x ഇതാ ഞാൻ പിന്നെയും കാണിച്ചു തരാം. 1/cos x sec x dx. ഇനി നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക് ഇൻ്റഗ്രൽസ് ആണ്. ഇൻ്റഗ്രൽ sec² x dx = tan x. ഇത് ആക്ച്വലി അതിൻ്റെ ഫോർമുലാസിൽ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ട്രിഗ്നോമെട്രിക്കിൻ്റെയിൽ. ഇൻ്റഗ്രൽ sec x tan x dx = എന്താ sec x. ഇത് ഫോർമുലേസിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകരം ഞാൻ എന്ത് ചെയ്താൽ ഇൻ്റഗ്രൽ എനിക്കിത് വേണ്ടിക്കൽ എന്ത് ചെയ്യാൻ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ sec² x - ഇൻ്റഗ്രൽ tan x sec x. അങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ല വേണ്ടിക്ക് നിങ്ങൾ വെറുതെ കൺഫ്യൂസ് ആയി പോകണ്ട. ഇൻ്റഗ്രൽ sec² x മൈനസ് ഇൻ്റഗ്രൽ ഞാൻ എവിടെയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ഇൻ്റഗ്രൽ tan x, ഇവിടെ dx ഉണ്ട്, ഇൻ്റഗ്രൽ tan x sec x dx. അപ്പോൾ എന്താ ഇൻ്റഗ്രൽ sec² x dx എന്തായി tan x ആയി. മൈനസ് ഇൻ്റഗ്രൽ tan x sec x tan x sec x എല്ലാം കണക്ക് തന്നെ എന്തായി അത് മാറി, dx sec x ആയിട്ട് മാറി, മൈനസ് sec x. നമ്മൾ ഇൻ്റഗ്രേഷൻ ഇത് ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് എന്ത് വേണം, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് ഇത് എന്ന് പറയുന്നത് എന്താണ്, tan x മൈനസ് sec x പ്ലസ് c. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഐ എം നൗ അറ്റ് ദ മോസ്റ്റ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻ്റഗ്രൽസ് തന്നെ ഇന്നേ വരെ ഏറ്റവും ടഫായിട്ടുള്ളൊരു ചോദ്യം കൂടിയായത്. എനിക്കിത് ആദ്യം കണ്ടപ്പം തന്നെ എനിക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു, ഇത് ഭയങ്കര ഇതിൻ്റെ സൊല്യൂഷൻ ഭയങ്കര ടഫായിരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ മനസ്സിലായി ഇത് എത്രത്തോളം എന്താണ് സാധനം കടുപ്പമാണില്ല. ഇതിൽ എത്ര ആൾക്കാർ പ്ലസ് ടു കാറിൽ ഈ ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കെല്ലാം എൻ്റെ ബിഗ് സല്യൂട്ട്, റെസ്പെക്റ്റ്. കാരണം ഇത് അത്രയും എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഞാൻ പൊതുവേ ഞാൻ ചെറിയ പേപ്പർ ചെയ്തില്ല, ഇതിപ്പോൾ ഞാൻ വലിയ പേപ്പർ എടുത്തിട്ടുള്ളത്. സോ നമുക്കിത് ചെയ്ത് നോക്കാം എന്തായാലും, ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഞാൻ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. ഈ താഴെ കാണുന്ന x+1 ഉണ്ടോ, ഇനി x+1ൻ്റെ പകരം ഞാൻ ഒരു t എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു t എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇനി എന്താ നമുക്കിനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിൽ dt/dx, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതിൽ 1, ഇതെന്താ എന്ന് പറയേണ്ടത് കോൺസ്റ്റൻ്റ് ഡിഫറൻസിയേഷൻ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, dt/dx = 1 എന്ന് കിട്ടി. എനിക്കിത് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാലോ,
ഇപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ്. അപ്പോൾ രണ്ടും ഈക്വലാന്ന് അർത്ഥം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡി എക്സ് കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്ത് ഈ ഡി എക്സിന് പകരം എനിക്ക് ഡി ടി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഡി ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യാൻ പോവാം, ഞാനിനി ഇൻ്റഗ്രൽ എഴുതാൻ പോകുന്നത്. ഈ പേപ്പറിൽ ഇത് ഒന്നും തോന്നുന്നില്ല. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സിന് പകരം, ഓക്കെ ഞാനിത് എക്സിനും കൂടി എഴുതണം. നമ്മൾ എക്സിന് പകരം ഇനി എന്നാണ് കൊടുക്കുന്നത്, എക്സ് പ്ലസ് വൺ ടി ആണെങ്കിൽ എക്സ് എന്താ വരിക, ടി മൈനസ് വൺ. ഈ വണ്ണിന് ഇപ്പുറത്ത് പറഞ്ഞേക്കുമ്പോൾ ടി മൈനസ് വൺ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇൻ്റഗ്രൽ ഇപ്പോൾ ഇ റൈസ് ടു ഇപ്പോൾ എക്സിന് പകരം നമ്മൾ കിട്ടിയത് ടി മൈനസ് വൺ കണക്കാണല്ലോ. ഓക്കെ ഇനി എന്താണ് വൺ പ്ലസ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഇത് എക്സ് സ്ക്വയർ അല്ലേ, അത് എക്സ് നമ്മൾ എന്താ എടുത്തത് ടി മൈനസ് വൺ. ടി മൈനസ് വണ്ണിന് എന്താ ഹോൾ സ്ക്വയർ വരും. ഇനി അത് നമ്മളവിടെ എക്സ്പാൻഡ് ചെയ്യണോ. ഇനി ഈ വൺ പ്ലസ് എക്സ് നമ്മൾ എന്താ എടുത്തത്, ഇതാ എക്സ് പ്ലസ് വൺ അല്ലേ വൺ പ്ലസ് എക്സ് നമ്മൾ ടി ആയിട്ട് എടുത്തത്. അപ്പോൾ ടി പിന്നെ പുറത്ത് എന്തുണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ പുറത്തൊരു സ്ക്വയർ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഇൻ്റഗ്രൽ ഈ റേസ്റ്റ് ഞാനിപ്പോൾ ഈ സാധനത്തിന് ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് വൺ പ്ലസ് ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതെന്നാ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഡിവൈഡഡ് ബൈ എന്താണ് ടി സ്ക്വയർ ആണല്ലോ. ഇത് ഇൻ്റഗ്രൽ ഞാൻ ഇപ്പോഴും സ്പ്ലിറ്റ് ചെയ്തില്ല, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ടി മൈനസ് വൺ ഇൻറ്റു ഇതിപ്പോൾ വൺ പ്ലസ് വൺ എത്ര, 2 പ്ലസ് ടി സ്ക്വയർ മൈനസ് 2t ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഞാൻ ഇപ്പോഴിത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടത് നിങ്ങൾ ആലോചിക്കണം, ഞാനത് സ്പ്ലിറ്റ് ചെയ്യാത്തതെന്നല്ല. പക്ഷേ അത് നിങ്ങളെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് സംഭവം എളുപ്പമാക്കി തരേണ്ടിയിട്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. ഇത് ഞാനൊന്നും കൂടി ഒന്ന് വൃത്തിക്ക് എഴുതാണ്, ടി സ്ക്വയർ മൈനസ് 2t പ്ലസ് 2 അങ്ങനെയാണല്ലോ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പൊതുവെ എഴുതുക, ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഞാൻ ഇതിപ്പോഴും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഒരു മിനിറ്റ്. ഇത് ടി മൈനസ് വൺ തന്നെ ഇരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇത് 3 സ്ഥലത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്ത് ഫോർമുല, എ മൈനസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് എനിക്കിതിപ്പോൾ എന്ത് ചെയ്താൽ എ ബൈ ഡി മൈനസ് ബി ബൈ ഡി പ്ലസ് സി ബൈ ഡി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലേക്ക് എഴുതാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ടി സ്ക്വയർ ബൈ ടി സ്ക്വയർ എന്നുള്ളത് എന്തായി മാറി, 1 ആയിട്ട് മാറി. മൈനസ് ഇതിപ്പോൾ എന്തായാലും ഇവിടെ താഴെ കാണുന്നുണ്ട് നിങ്ങൾ 2t ബൈ ടി സ്ക്വയർ ഉള്ളത്. അപ്പോൾ എന്താ ഇവിടുന്ന് ഒരു ടി കട്ടായി ഒരു ടി ബാക്കി, അപ്പോൾ 2 ബൈ ടി ബാക്കി. അപ്പോൾ എന്താ 2 ബൈ ടി ബാക്കി പ്ലസ് 2 ബൈ ടി സ്ക്വയർ ആണല്ലോ. ഇതാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എനിക്കിതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക, ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൺ. ഇതെങ്ങനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ പവർ റൂള് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇ റൈസ് ടു ടി ഇവിടെ ബേസ് സെയിമാണ്, ഇ എന്ന് പറയുന്നത് നമ്മളെ ബേസ് എന്ന് പറയുന്നത് മൈനസ് എൻ. അപ്പോൾ എനിക്കിത് രണ്ടും, അപ്പോൾ ഈ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് എനിക്കിത് രണ്ടും ആഡ് ചെയ്യും. അപ്പോൾ ടി പ്ലസ് മൈനസ് വൺ ഈക്വൽ ടു ഇ റൈസ് ടു ടി മൈനസ് വൺ ആണല്ലോ, ഇ റൈസ് ടു ടി മൈനസ് വൺ. അപ്പോൾ എനിക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം, ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ്. നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, ഒരു സാധനത്തിൻ്റെ നെഗറ്റീവ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കലാണ്. ലൈക്ക് മൈനസ് വൺ എന്ന് പറയുന്നത് താഴെ ആ പവർ. ഇപ്പോൾ ഇ റൈസ് ടു മൈനസ് 2 ആണെങ്കിൽ എന്താ വരിക, 1 ബൈ ഇ സ്ക്വയർ. ഇ റൈസ് ടു മൈനസ് 3 ആണെങ്കിൽ എന്താ വരിക, 1 ബൈ ഇ ക്യൂബ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 1 ബൈ ഇ ആണല്ലോ. ഞാൻ 1 മൈനസ് 2 ബൈ ടി പ്ലസ് 2 ബൈ ടി സ്ക്വയർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. ഇനി എന്ത് ചെയ്ത് എനിക്കിതിനെ ആക്ച്വലി ഇതിനെ ഇ റൈസ് ടു മൈനസ് 1 എന്നുള്ളത് 1 ബൈ ഇ എന്ന് എഴുതുക. ഞാൻ ഈ പറയുന്ന 1 ബൈ ഇ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ്. ഞാൻ കോൺസ്റ്റൻ്റ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുക ചെയ്യുക. 1 ബൈ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഇൻറ്റു 1 മൈനസ് 2 ബൈ ടി പ്ലസ് 2 ബൈ ടി സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ 1 ബൈ ഇ ഇൻറ്റു, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇത് ഓരോന്നിലേക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയി യൂസിങ് ഡിസ്ട്രിബ്യൂഷനിലോ. ഇത് ഈ 1 ബൈ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ, ഇതിപ്പോൾ 3 ഇൻ്റഗ്രലായിട്ട് അല്ല 3 ടേമായിട്ട് ഇതിപ്പോൾ സ്പ്ലിറ്റ് ആവും. ഇ റൈസ് ടു ടി ഇൻറ്റു 1 എത്രയാണ്, ഇ റൈസ് ടു ടി മൈനസ് എന്താണ് ഇതിപ്പോൾ ഇതിപ്പോൾ മൈനസ് 2 അല്ല, അപ്പോൾ ഇ റൈസ് ടു ടി ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ടി പ്ലസ് ഇ റൈസ് ടു എന്താണ് ടി ഇൻറ്റു 2 ബൈ ടി സ്ക്വയർ, ഇ റൈസ് ടു ടി ഇൻറ്റു 2 ബൈ ടി സ്ക്വയർ. അവിടെ നിങ്ങൾ വിചാരിക്കരുത് ഈ ടിയും ടി എല്ലാം കട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് എന്ന് പറയേണ്ടത് അത് എക്സ്പോണൻറ്റും ഇത് സാധാരണ ആൽജിബ്രയാണ്. ഇതിങ്ങനെ അപ്പോൾ ഇത് ടിയും ടി സ്ക്വയറും കട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ആവുന്നില്ല.
ഓക്കെ, ഇത് പേജിൽ തീർന്നിട്ടില്ല എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ. ഇനി അടുത്ത പേജ് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ വരെ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോവുക. 1/e ഇൻറ്റു ഇൻ്റഗ്രൽ എന്ന് പറയേണ്ടത് e⁻t മൈനസ് e⁻t ഇൻറ്റു 2/t പ്ലസ് e⁻t ഇൻറ്റു 2/t². നമുക്ക് അവിടെ ഒരു 2 എന്ന് പറയുന്ന ഒരു സാധനം കോൺസ്റ്റൻ്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 2നെയും പുറത്തെടുക്കാം. എന്ന് പറയുന്നത് 1/e ഇൻറ്റു ഇൻ്റഗ്രൽ e⁻t dt. ഞാൻ അത് എഴുതിയിട്ടില്ല അല്ലേ, സോറി. ഞാൻ ഇവിടെ നിന്നും അതെന്ന് പറയേണ്ടത് ആക്ച്വലി ഇവിടെയെല്ലാം ഞാൻ dt എന്ന് എഴുതണമായിരുന്നു. ഇവിടെ dt കാരണം dxനൊക്കെ നമ്മൾ dt ആണല്ലോ എടുത്തത്. dt. ഓക്കെ, ഞാൻ ഈ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് ഇവിടെ ഇപ്പോൾ എന്താ കാണുന്നത്, ഇവിടെ ഇങ്ങൾക്ക് ഒരു 2 ഇപ്പോൾ e⁻t/t എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ 2 നമുക്ക് പുറത്തെടുക്കാമല്ലോ. ഇത് ഞാനിപ്പോൾ ഇൻ്റഗ്രൽ 3ലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ എടുപ്പോയ ചോദ്യം കാണുന്നില്ല എന്ന് പറയേണ്ടത്. എനിക്ക് എന്ത് ചെയ്യുക, 3ലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിപ്പോൾ ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഇവിടെ ഈ 2 കോൺസ്റ്റൻ്റ്. അപ്പോൾ ഞാൻ ആ 2നെ എന്ത് ചെയ്ത് പുറത്തെടുത്ത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല 3ലേക്കു t/t പ്ലസ് ഇൻ്റഗ്രൽ ഇവിടെയും ഞാൻ കാണുന്നുണ്ടല്ലോ ഒരു 2. ഈ 2നെ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഞാൻ ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് ഇവിടെ 2 കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ 2 ഞങ്ങൾക്ക് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ ഇതിപ്പോൾ 2 പുറത്ത് e⁻t/t². ഇവിടെ എല്ലാം dt ഉണ്ട്, സോറി, എല്ലാം മാറുമോ, ഇവിടെ എല്ലാം dt വരും. ഓക്കെ, ഇവിടുത്തെ വരെ സാധനം റെഡി. ഇനി ഇവിടെ എന്ന് പറയേണ്ടത് പ്രൊഡക്റ്റ് റൂൾ കയറി വരിക. അവിടെയാണ് കഥയിലെ ക്ലൈമാക്സ് വരുന്നത്. ഇനി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ കയറി വരും. 1/e ഇൻറ്റു ഇൻ്റഗ്രൽ എന്ന് പറയേണ്ടത്, ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. നമ്മൾ ഇൻ്റഗ്രൽ e⁻x എന്ന് പറയുന്നത്, കാരണം ഇയാൾ എന്ന് പറയുന്നത് തന്നിഷ്ടക്കാരൻ. ഇയാൾ എന്ന് പറയുക ഇൻ്റഗ്രേഷനോടെല്ലാം പുല്ലുവല്ല. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ ഇൻ്റഗ്രേറ്റ് ഒന്നും ആയിപ്പോകുന്നില്ല. ഡെറിവേറ്റീവ് എടുത്താലോ d/dx ഓഫ് e⁻x എടുത്താലോ അതിനോട് പുല്ലുവല്ല. ഡിഫറൻഷിയേഷനോട് പുല്ലുവല്ല, എന്ന് പറയുക ഇൻ്റഗ്രേഷനോട് പുല്ലുവല്ല. നമ്മൾ മാത്സ് തന്നെ അങ്ങനെ ഒരേ ഒരു ഫംഗ്ഷനല്ലോ, ദാറ്റ് മീൻസ് എക്സ്പോണൻറ്റ് e⁻x ആയിട്ട് തന്നെ തുടരും അത്. അപ്പോൾ ഇതെന്താ, ഈ സാധനം ഈ ഒരു ഇൻ്റഗ്രൽ ഇത് I1 ആയിട്ട് എടുക്കുവാണെങ്കിൽ I1 എന്തായിട്ട് മാറി, ഇൻ്റഗ്രൽ e⁻t എന്നുള്ളത് e⁻t ആയിട്ട് തന്നെ മാറി. കാരണം ഇയാൾക്ക് എന്താ പറയുക ചുക്ക് ഈ ഇൻ്റഗ്രലിനെ കണ്ടാലൊന്നും എന്ന് പറയേണ്ടത് ഇയാളൊന്നും ആയി പോകുന്നില്ല. അപ്പോൾ എന്താ പുല്ല് വില, അപ്പോൾ അങ്ങനെ ആയി. മൈനസ് എന്താണ്, ഇവിടെയാണ് നിങ്ങൾ ഇനി ശ്രദ്ധയോടെ ഇരിക്കേണ്ടത്. ഞാനിനി എന്ന് പറയേണ്ടത്, ഞാൻ ആക്ച്വലി ഈ പേപ്പറിൽ എഴുതുന്നില്ല, ഞാൻ വേറൊരു പേപ്പറിൽ എഴുതാം. അല്ലെങ്കിൽ മൊത്തം എന്താ പറയുക സാധനം കൈവിട്ടു പോകും. ഞാൻ എഴുതുവാണ്. നമ്മളെ പ്രൊഡക്റ്റ് റൂൾ എന്താണ് നമ്മൾ പഠിച്ചത്, പ്രൊഡക്റ്റ് റൂള് ഇൻ്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. അത് ആക്ച്വലി ഒരു റൂളലുണ്ട്, ഹൈലൈറ്റ് റൂളലുണ്ട്. ഹൈലൈറ്റ് റൂൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് ഫോർ പ്രയോറിറ്റി ഓർഡർ. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഇല്ലത്, അതായത് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് മോർ ഈസി ടു ഡിഫറൻഷിയേറ്റ് ദൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം എന്ന് പറയുന്നത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ ഏറ്റവും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, പിന്നെ L എന്ന് പറയുന്നത് ലോഗാറിതമിക്, പിന്നെ ആൾജിബ്ര, പിന്നെ നമ്മൾ നോർമൽ ട്രിഗ്നോമെട്രി, പിന്നെ എക്സ്പോണൻറ്റ് ലാസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയേണ്ടത് ഞാൻ ഒരു മിനിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് വരും, ആൻസർ വരിക ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഞാൻ അതാ പറഞ്ഞത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഭയങ്കര ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത് ഡിഫറൻഷ്യൽ എടുക്കാൻ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ എളുപ്പമാണ്. എന്താണ്, ഇത് ഇൻ്റഗ്രലാണ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഇൻ്റഗ്രൽ സെക്കൻഡ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, അതിൻ്റെ പിന്നെ ഇവിടെ സെക്കൻഡ് ഇൻ്റഗ്രൽ dx, ഇത് ഇവിടുത്തെ dx ആയിട്ടില്ല, പിന്നെ കോമൺ ആയിട്ട് ഇവിടെ ഒരു പുറത്തൊരു ഇതുണ്ട്, അപ്പോൾ അതിൻ്റെ dx എടുക്കണം. ദിസ് ഈസ് പ്രൊഡക്റ്റ് റൂൾ. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ എന്ത് പ്രൊഡക്റ്റ് റൂളാണ്, ഞാൻ കാണിച്ചു തരാം. ഇൻ്റഗ്രൽ ഈ 2 പുറത്താണ്, e⁻t ഇൻറ്റു 1/t. ഇത് ആക്ച്വലി 1/t ആണല്ലോ ഇത്. അപ്പോൾ ഞാനിത് ആക്ച്വലി പ്രൊഡക്റ്റ് റൂൾ എടുക്കും. അപ്പോൾ നമ്മൾ എന്താണ്, ഇതിപ്പോൾ t എന്ന് പറയുന്നത് ഇതൊരു എക്സൈറ്റ് കരുതുക, സി അല്ല എന്ന് പറയേണ്ടത് ഞാൻ ഇവിടെ തന്നെ അടിക്കുക ചെയ്താൽ ഇൻ്റഗ്രൽ e⁻t ഇൻറ്റു 1/x. എക്സ് എന്ന് പറയുന്നത് ആൽജിബ്രയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആരായിട്ട് തിരഞ്ഞെടുക്കണം, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകും, അതിന് ഭാഗമായിട്ട് ഇത് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ എക്സിൻ്റെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഏത് തിരഞ്ഞെടുക്കണം, നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ആൽജിബ്രേനെ കണ്ട്, അപ്പോൾ അതാ ഫസ്റ്റ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത് ലാസ്റ്റ് പിന്നെ ആയതുകൊണ്ട് ഇത് എന്ന് പറയേണ്ടത് പിന്നെ ഇത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഇവിടെ കണ്ടാൽ അത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിരിക്കും, കാരണം ഇത് ലീസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ
ഇങ്ങനെ പോയാലും ഈ ഉണ്ടെങ്കിൽ നേരെ അതിൻ്റെ തൊട്ടടുത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ഫംഗ്ഷൻ ആയിരിക്കും ഫസ്റ്റ് ഫംഗ്ഷന്, ഇതെപ്പോഴും സെക്കൻഡ് ആയിപ്പോകും. കാരണം ഇയാൾക്ക് പ്രയോറിറ്റി ഒന്നുമില്ല. നിങ്ങൾ കാണുന്നില്ല പുല്ല് വാല്യൂ എന്ന് പറയുക. ഡെറിവേറ്റീവ് എടുത്താലും അത് തന്നെ വരും, ഇൻ്റഗ്രേറ്റ് എടുത്താലും അത് തന്നെ വരും. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും, അയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ഇത് ചെയ്യാൻ പോവാ എന്ന് പറയേണ്ടത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ e⁻t ഇൻറ്റു 1/t. ഇത് ഞാൻ എന്ന് പറയേണ്ടത് ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ കാരണം ആൽജിബ്ര, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി ഞാനിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഞാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ dt ഉണ്ട് പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ e⁻t ഇൻറ്റു 1/t² dt. അപ്പോൾ ഇവിടെ ഒന്നാണ്, ഇവിടെ ആൽജിബ്ര ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതും സെക്കൻഡ് ഫംഗ്ഷൻ നമ്മളെ e⁻t. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതെല്ലാം നമ്മൾ മനസ്സിലാലോചിക്കുക. ഓരോ ടേമും വിട്ടുപോകാണ്ട് എഴുതണം. 1/e ഇൻറ്റു e⁻t തന്നെ. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിനെപ്പറ്റി ബോധറാവേണ്ട. ഇതിനാ എന്ത് ചെയ്യേണ്ടി വരില്ല. ഈ ടേം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഇതിനെയും എന്ന് പറയേണ്ടത് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഇത്ര എന്ന് പറയേണ്ടത് വലുതാക്കണം, അതേപോലെ ഇതിനെ ആക്കേണ്ടി വരും. അപ്പോൾ ഇത് എത്ര വലിയ ടേം ആയി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ടത്. അത് എന്തുകൊണ്ടാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനെ മാത്രം നമ്മളെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ഇതായിക്കോളും. ഞാൻ അതിങ്ങനെയെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. -2 ഇൻറ്റു നമ്മളിനി എന്ത് ചെയ്യാൻ പോവാം, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ഫംഗ്ഷൻ 1/t ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്ന സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ e⁻t എന്താണ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് എന്തെന്നാ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ 1/tൻ്റെ അപ്പോൾ 1/x ആയിട്ട് വരുന്നത്. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്നാ ഈക്വൽ ടു എന്താണ് -1/x² ആണ്. അങ്ങനെ തന്നെ അല്ല. ഓക്കെ എന്ന് പറയേണ്ടത് ഈ പറയുന്ന d/dx 1/x -1/x² വരും. അതെങ്ങനെയായത് x⁻⁻1 ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്താണ് -1 ഇൻറ്റു x⁻, ഇത് -1 ഒരു പവർ പിന്നെയും കുറയും. -1 ഇൻറ്റു x⁻⁻. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ മൈനസ് വരെയുണ്ട് 1/, ഇത് താഴെ വരുമ്പോൾ x² വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്ന് പറയേണ്ടത് അത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോയി നമ്മൾ 1/2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് -1/t² വരും ഇൻറ്റു ഇൻ്റഗ്രൽ. ഇവിടെ നിങ്ങൾ മറന്നു വരുന്നത് എടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് റൂള് നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രലിൻ്റെ സെക്കൻഡ് എടുത്ത് dx എടുത്ത് മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഇനി ഇതും കൂടി എടുക്കണം, എന്നാലും നമ്മളിത് കംപ്ലീറ്റ് ആവും. ഇൻ്റഗ്രൽ e⁻t dt കംപ്ലീറ്റ് എന്ന് പറയേണ്ടത് ഒരു dt കൂടി ഉണ്ടാവും. ഇത് സെക്കൻഡ് ഫംഗ്ഷനാണ്. ഇത് എന്ന് പറയേണ്ടത് ഇത് i1 ആയിട്ട് കൂട്ടുക, ഇത് i2 ആയിട്ട് കൂട്ടുക. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡിനാ അല്ലെങ്കിൽ തേർഡിനാ എന്ന് പറയേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പം കാണിച്ചാൽ എന്തുകൊണ്ടത് ഒന്നും ചെയ്യേണ്ടതെന്നുള്ളത് /t² dt. ഞാനിനി പിന്നെ എഴുതുവാണ് 1/e ഇൻറ്റു e⁻t മൈനസ് 2 ഇൻറ്റു അല്ല എനിക്ക് എന്ത് ചെയ്യുക, ഈ 2/t എന്ന പുറത്തെടുത്തൂടെ. എനിക്ക് വേണ്ടിക്ക് ഇത് ഫുള്ള് പുറത്തെടുക്കുക. കാരണം ഇൻ്റഗ്രൽ e⁻t എന്ന് പറയുന്നത് എന്തായാലും ഇത് വരും. അപ്പോൾ ഇൻ്റഗ്രൽ അല്ല ഇതിന് ഞാൻ പറഞ്ഞില്ലേ പുല്ല് വില, ഇതിനെ എന്ന് പറയേണ്ടത് മൈൻഡ് ആക്കൂല, ഇയാൾ പുറത്തേക്ക് ചാടി വരും /t. ഇത് ഇവിടെ എന്ത് ചെയ്യും, ഇതായി നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ മൈനസ് പ്ലസ് ആയി. പ്ലസ് ഇൻ്റഗ്രൽ എന്താണ് ഇൻ്റഗ്രൽ എടുപ്പ് ഇതല്ല, ഇൻ്റഗ്രൽ e⁻t ഡിവൈഡഡ് ബൈ t² dt എന്താണ് ഓക്കെ ഇത് e⁻t ബൈ t² ആയല്ലോ. ഇനി നിങ്ങൾ അതിൻ്റെ മാജിക്ക് നോക്കിക്കോളെ. ഇത് കഴിഞ്ഞ് ഇവിടുത്തെ സാധനം കഴിഞ്ഞാൽ ഇനി ഈ കാരണം ഇത് 1 ഇൻറ്റു e⁻t ഡിവൈഡ് ബൈ t² പ്ലസ് ഇവിടെ ഇനി നമ്മൾ ഇതാ എഴുതാൻ പോകുന്നത് 2 ഇൻറ്റു ഇത് ആക്ച്വലി ഇത് എന്ന് പറയേണ്ടത് ഒരു ഇതായിട്ടും ഇതിനെ ഇതായിട്ടാണ് കൂട്ടേണ്ടത്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ e⁻t ഡിവൈഡഡ് ബൈ t² dt. ഓക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ ഒരു 2 ഇവിടെ എഴുതിയില്ല. അത് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. അവിടെ എന്തോ നമുക്ക് കോമൺ ആയിട്ട് എടുക്കണ്ടെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ 2 കാണില്ല. ഇവിടെ ഞാൻ ഈ 2 എഴുതിയ പക്ഷേ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഈ സ്റ്റെപ്പിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഏഡ് ചെയ്തു. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഈ 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലത്. അപ്പോൾ അതേ സ്ഥാനത്ത് അപ്പോൾ എന്ത് വരണം ഇവിടെയും, അതായത് നമ്മൾ ഈ സെക്കൻഡ് ഫംഗ്ഷനിൽ അത് വന്നിട്ടില്ല. അതപ്പോൾ ഇത് 2
ആണല്ലോ. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഡി ടി പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഡി ടി. എവിടെ ഇത് രണ്ട് സെയിം സാധനമാണോ? അതല്ല എൻ്റെ ട്രിക്ക്. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കിത് എന്നാ പറയേണ്ടത്, ഈ സാധനം ഇൻ്റഗ്രൽ എടുപ്പോയത്, ഈ സാധനം നമുക്ക് എന്നാ പറയേണ്ടത് ചെയ്യണ്ടാണ്ടി വന്നത് എന്നാ പറയുക. ഐ മീൻ ലൈക്ക് ഇതിപ്പോൾ എന്ന് പറയേണ്ടത് രണ്ടാമത്തത്. ഈ മൂന്നാമത്തത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, നമുക്ക് പ്രൊഡക്റ്റ് റൂൾ എടുക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? രണ്ടാമത്തെ ചെയ്യുന്നപ്പോഴത്തേക്ക് ഈ കിട്ടിയത് എന്താണ്, ഈ രണ്ടും എന്തായി സെയിം ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം എന്ന് പറയേണ്ടത്. കോമൺ ആയിട്ട് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി 1/e ഇൻറ്റു ഒരു മിനിറ്റ്, ഇത് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നില്ല. ഇവിടെ എന്താ പറയേണ്ടത്, ഒരു മൈനസ് പുറത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ പറയുന്ന മൈനസ് ഉള്ളോട്ടേക്ക് ഫുള്ള് എന്നാ പറയേണ്ടത്, ഇത് എന്ന് പറയേണ്ടത് ഒരു ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ആയിരിക്കട്ടെ, വലിയൊരു ബ്രാക്കറ്റ്. എന്ത് ചെയ്യുക, ഇത് ഈ മൈനസ് ഇതിലും ഇട്ട് കൊടുക്കുക, ഈ മൈനസ് എന്ന് പറയേണ്ടത് ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക, ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക, ഈ ഫംഗ്ഷനും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിനിപ്പോൾ ഇവിടെ ഇതിങ്ങനെ ശരിയാവില്ല. 1/e ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി എന്ന് പറയേണ്ടത്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 കൊടുക്കുവാണ്, ഇൻറ്റു ഇത് മൈനസ് എന്ന് പറയേണ്ടത് ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ടി, പിന്നെ എടുപ്പോയി ഇനി ഇതല്ല, ഇനി -2 ഇൻറ്റു ഈ പറയുന്ന ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ. ഓക്കെ, ഞാൻ കുറച്ച് റേറ്റ് എന്താ പറയുക ഇങ്ങനെ ടെൻഷൻ അടിച്ചു പോയി. ഇതെന്താ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയെന്നില്ല. ഇവിടെ മിസ്റ്റേക്ക് ഒന്നും പറ്റിയതൊന്നുമല്ല. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഐ മീൻ ഇതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മാത്രമേ ഇത് ഞാനിവിടെ വെറുതെ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നെ ഇവിടെ. ഓക്കെ, സോറി. ഇതെന്ത് ചെയ്താൽ മതി, ഈ മൈനസ് ഇവിടെ കൊടുത്താൽ മതി. ഇനി ആൻസർ എളുപ്പം നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഇ റൈസ് ടു ഇത് 1/e ഇ റൈസ് ടു ടി എന്ന് പറയേണ്ടത്, ഞാൻ 2നെ ഇവിടെ എടുത്ത് എന്ന് പറയേണ്ടത് മൈനസ് എന്ന് പറയേണ്ടത് ഇതിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ഇ റൈസ് ടു ടി ബൈ ടി, ഇതിൽ കൊടുക്കുന്ന സമയത്ത് മൈനസ് ഈ 2 പുറത്താണ്, -2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഇനി പ്ലസ് എന്തുണ്ട്, ഇവിടെ ഈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഞാൻ പറഞ്ഞു ഓർമ്മയില്ല നിങ്ങൾക്ക് എന്നാ പറയേണ്ടത്, ഇവിടെ ഡി ടി ഉണ്ട്, ഇവിടെ ഡി ടി ഉണ്ട് എന്നാ പറയേണ്ടത്. ഇത് നമ്മൾ ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പണി എളുപ്പമെന്നുള്ളത്. ഇത് നോക്കിക്കോ, പണി എളുപ്പമായി. ഇത് -x, ഇത് +x, -x + x = 0. അപ്പോൾ എന്തായി, നമ്മൾ ഈ പറയുന്ന ഇത്ര വലിയ ശല്യം അങ്ങ് ഒഴിവാക്കി വരും. പൂം ആൻസർ കട്ട്. അത്രയേ ഉള്ളൂ, എൻഡ് ഓഫ് ദ സ്റ്റോറി. അതായത് ഈ മൈനസ് ഇത് രണ്ടും ഇവിടെ സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം ഒന്ന് മൈനസാണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ ഒരു 1 - x ഇതെന്തായി മാറി, ഇത് x - x = 0 ആയിട്ട് വന്ന്. അപ്പോൾ അതായിരുന്നു നമ്മളിതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തത് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിമിലറായിട്ട് മൂന്നാമത്തത് പോലെ കിട്ടി. അന്നേരം എന്താ, ഈ പുറത്തുള്ള ഈ മൈനസ് എന്താക്കി മാറ്റി, ഈ ഫംഗ്ഷനെ മൈനസാക്കി മാറ്റി. പക്ഷേ നമ്മളെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ, പ്ലസ് ആണ്. അപ്പോൾ ഒരേപോലത്തെ എന്താണ് ഫംഗ്ഷൻസ്, പക്ഷേ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ മൈനസ് സൈൻ, സോ ബോത്ത് ഗെറ്റ്സ് ക്യാൻസൽഡ് ഔട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളൂ, നമ്മൾ ഇത് രണ്ട് പേജ് ഇനിയും തീർന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇതിന് 2നെ ഇങ്ങനെ എടുത്ത് 2 ഇ റൈസ് ടു ടി മൈനസ് ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ടി. എന്താ പറയേണ്ടത്, ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടില്ലത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡൗട്ടാണ്. കാരണം നമ്മൾ ഈ ടീന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണല്ലോ, അപ്പോൾ ടീന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 1/e ഇൻറ്റു എനിക്ക് ചെറിയൊരു എന്താ പറയുക കോൺസെൻട്രേഷനിൽ മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് ബാക്കിയെല്ലാം ശരി തന്നെ. പക്ഷേ ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ എന്ന് പറയേണ്ടത് ഇ റൈസ് ടു ടി എന്ന് പറയേണ്ടത് ഇവിടെ എല്ലാം കട്ടിങ്സ് ഫിറ്റിങ്സ് എല്ലാം ചെയ്ത ശേഷം, പക്ഷേ ഞാനിവിടെ 2 ഇവിടെയായിരുന്നു എഴുതേണ്ടത്. കാരണം ഇവിടെയാണല്ലോ ഞാൻ എന്ത് ചെയ്ത്, ഇതിനെ നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട്. അത് ആക്ച്വലി നമ്മളെ മൊത്തം പ്രോസസ്സിനെ തെറ്റിച്ചളഞ്ഞതാണ്. അങ്ങനെ ആക്ച്വലി ചെയ്യരുത് നിങ്ങൾ. ഈ 2 എന്നുള്ളത് ഇതിൻ്റെ ഒപ്പരമില്ല. അത് എനിക്ക് ഒരിക്കലും ഈ മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടെയുള്ള സാധനം ഒരിക്കലും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാനിവിടെ വയലേഷൻ ചെയ്ത് കളഞ്ഞ്. ഇവിടെ എന്ത് ചെയ്ത്, ഈ മൈനസിൻ്റെ പുറത്തിട്ടിട്ട് ഞാനിവിടെ 2 ഇങ്ങോട്ട് ഇടാൻ നോക്കി. അതാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. സോ 1/e ഇൻറ്റു ഇതൊന്നും മാറ്റമില്ല, ഇ റൈസ് ടു ടി മൈനസ് ഇതെല്ലാം ശരി തന്നെ. പക്ഷേങ്കിൽ ഞാൻ ഈ 2 വെറുതെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് ഈ മൊത്തം പ്രശ്നം പറ്റിയ 2 ഇൻറ്റു ഇ റൈസ് ടു ടി ബൈ ടി. ഇനി ഞാൻ ചെയ്യാൻ പോവാം, നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഞാൻ ഈ 1/eനെ ഉള്ളിൽ കയറ്റാൻ പോവാം. അപ്പോൾ ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു ഐ എന്ന് പറയുന്നത് ഇ റൈസ് ടു 1 മാറ്റി ചെയ്താൽ മൈനസ് 2 ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു 1 ഇൻറ്റു ടി.
ഇവിടെ എന്താ സാധനം കാണുന്നത്, അതായത് ഞാൻ പറഞ്ഞുതരാം, എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ, ഈ സെയിം തന്നെ. അപ്പോൾ എന്ത് കിട്ടും, എ റൈസ് ടു എം മൈനസ് എൻ. മറ്റേ എടുക്കുക എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആ. ഇത് മൾട്ടിപ്ലിക്കേഷനിലെ സമയത്ത് ഡിവിഷൻ വരുമ്പോൾ എ റൈസ് ടു എം മൈനസ് എൻ, അപ്പോൾ സബ്ട്രാക്ഷൻ വരും. അപ്പോൾ അതേപോലെ ഇവിടെയും ഇ റൈസ് ടു, അപ്പോൾ എന്തായി, ഇവ രണ്ടും വരാനുള്ള സ്കോപ്പായി. അപ്പോൾ ഇതെന്ത് കിട്ടി, ഇ റൈസ് ടു ടി മൈനസ് 1. ഓക്കെ, മൈനസ് 2 ഇൻറ്റു ഇത് അതേ സാധനം തന്നെയല്ല, ഇ റൈസ് ടു ടി മൈനസ് 1. കാരണം ഇത് 1 പവറാണ് ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ടി ഉണ്ട്. ഇത്രയും സ്റ്റെപ്പുകൾ വരെ നിങ്ങൾ മര്യാദയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും തീർന്നിട്ടില്ല. ഇതിനി അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേങ്കിൽ ഇത്ര വരെ എന്ന് പറയേണ്ടത്, ഞാൻ കുറേ പേപ്പറേ എടുക്കുന്നത്, ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീന എന്ന് പറയേണ്ടത്. ഇവിടെ എല്ലാം ചെയ്തെന്ന് പറയാം, ഫുള്ള് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ സംഭവം എല്ലാം കട്ടിങ്സ് ഫിറ്റിങ്സ് എല്ലാം ചെയ്ത്, ഞാൻ വെറുതെ എന്ന് പറയേണ്ടത് ഇവിടെ ഇല്ല 2 എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് മൊത്തം പ്രശ്നം ഉണ്ടാക്കി അതിനെ പിന്നെ സോൾവ് ചെയ്ത്. അപ്പോൾ എന്താ, ഈ 2 ഇവിടെ തന്നെയല്ല, അത് ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇങ്ങോട്ട് ഞാനായിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ആൻസറും കറക്റ്റ് വഴിയിൽ തന്നെ മുന്നോട്ട് വന്നത്. ഈ 1/e ഉള്ളിൽ കയറ്റി എന്നിട്ട് ഞാൻ ഈ പറയുന്ന റൂള് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇ റൈസ് ടു ടി ബൈ ഇ റൈസ് ടു 1 എന്നല്ല, ഇ റൈസ് ടു ടി മൈനസ് 1 ഇ റൈസ് ടു ടി മൈനസ് 1, പിന്നെ ഇവിടെ ഒരു 2/t കൂടി ബാക്കിയുണ്ട്. ബാക്കിയും കൂടി എന്ന് പറയേണ്ടത് ഇനി അടുത്തൊരു പേപ്പറിലും കൂടി ചെയ്യാം. അടുത്ത് ഒരു പേപ്പർ കൂടി ഇതിന് വേണം, ഇനി ചെറുത് മതി. നമുക്കതൊന്നും കൂടി എഴുതാം. ഇ റൈസ് ടു ടി മൈനസ് 1 മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി, 2/t ഇൻറ്റു ഇ റൈസ് ടു ടി മൈനസ് 1. ഇനി ഇത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനായിട്ടില്ല. ഇതെന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ ഈ 1 ആണെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇത് ടി ഇൻറ്റു ഇ റൈസ് ടു ടി മൈനസ് 1 മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തോന്ന് ടി വന്ന്. അപ്പോൾ ഏകദേശം ആൻസറിലേക്ക് എത്തുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഇ റൈസ് ടു ടി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അല്ല, ഇ റൈസ് ടു ടി മൈനസ് 1 രണ്ടിടത്തും ഇല്ലോണ്ട് ഇ റൈസ് ടു ടി മൈനസ് 1 ഇൻറ്റു എന്ന് പറയുന്നത് ടി മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി കിട്ടിയല്ലോ. നമുക്കറിയാം, നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ അറിയാം, എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 1. യെസ്, ദാറ്റ് ഈസ് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്ത് കിട്ടി, എനിക്ക് ഇവിടെ ഇ റൈസ് ടു എക്സ് എന്ന്, അതായത് നമ്മൾ ആൻസറായി വരുന്നുണ്ട്. എനിക്ക് കാണിച്ചു തരാം. ഇത് ടീന് പകരം എന്ത് ചെയ്യുക, എക്സ് നമ്മൾ എന്തായിരുന്നു നമ്മളെ ടീന് പകരം കൊടുത്തത്, നമ്മൾ ടി എന്ന് പറയേണ്ടത് ഇവിടെ ടി മൈനസ് 1 എക്സ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ന് പറയേണ്ടത് ടി, അപ്പോൾ എന്താ ഈ 1 അപ്പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 വരും. അപ്പോൾ എന്താ, എക്സ് പ്ലസ് 1, ഇവിടെ ഒരു മൈനസ് 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ ടി എന്താ വരുമോ, എക്സ് പ്ലസ് 1. ഏകദേശം ആൻസറിലെത്തി. ഇ റൈസ് ടു എക്സ് എന്ന് പറയേണ്ടത് ഇത് 1 മൈനസ് 2 എത്രയാണ്, 1 മൈനസ് 2 ഒരു മാങ്ങയെന്ന് 2 മാങ്ങ കുറച്ച് കഴിഞ്ഞാൽ -1 -1 മാങ്ങ. അപ്പോൾ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ താഴെ എക്സ് പ്ലസ് 1. എൻ്റെ മോനെ, എൻ്റെ ജീവൻ പോയിട്ടുണ്ട്. അത്രയും വലിയ ഡെറിവേഷൻ. ഇത് 2 പേജിലല്ല 3 പേജ് വേണ്ടി വന്നു എനിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഇവിടുന്ന് ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്ത് തുടങ്ങി. മൊത്തം എന്താ പറയേണ്ടത്, ഇവിടെ ഞാൻ കംപ്ലീറ്റിങ് അല്ല എന്താ പറയുക, മറ്റേ ഇതിൻ്റെ ഉള്ളിലത്തെ പുറത്തത്തെ സ്ക്വയർ തുറന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എന്ന് പറയേണ്ടത് ഈ ടേംസിൽ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, പിന്നെ ഇവിടെ ഒരു പവറിൻ്റെ കളി ഉപയോഗിച്ചിട്ട് എന്ന് പറയേണ്ടത് ഇതിനെ എന്ന് പറയേണ്ടത് 1/e ഇൻറ്റു ഇ റൈസ് ടു ടി ആക്കി മാറ്റി. എന്നിട്ട് ഇതിന് ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് ഫ്രാക്ഷൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, പിന്നെ ഫ്രാക്ഷൻ്റെ ബേസിക്സ് ഉപയോഗിച്ചിട്ട്, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഞാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് എന്ന് പറയേണ്ടത് നമ്മളെ ഈ 2 ഫംഗ്ഷന് സെയിം ആയി. എന്നിട്ട് ഈ മൈനസ് ഇവിടെ എടുത്തപ്പോൾ ഒന്ന് മൈനസായി ഒന്ന് പ്ലസ്സായി. അപ്പോൾ 2 ടേംസ് തമ്മിൽ ക്യാൻസൽ ഔട്ടായിപ്പോയി. പിന്നെ ഇവിടെ ഈ ഒരൊറ്റ ടേം മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്ത് 1/e ഇൻറ്റു ഇ റൈസ് ടു ടി മൈനസ് 2 ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ ടി. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മൾ ഇതിനെ 1/e ഉള്ളിൽ കയറ്റി. എന്നിട്ട് എന്ത് ചെയ്ത് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് 1 എ റൈസ് ടു എം മൈനസ് എൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്ത് ഇതിനെ പിന്നെ എന്ന് പറയുന്നത് നമ്മളെ പഴയ ഫോമിലേക്ക് മാറ്റി എഴുതി, ഇ റൈസ് ടു ടി മൈനസ് 1 ഫോമിലേക്ക് മാറ്റി എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, എന്നിട്ട് ഇവിടെ ടി റൈസ് ടു ടി മൈനസ് 1 കോമൺ ഇല്ലാണ്ട് അതിനെ പുറത്തെടുത്ത്, എന്നിട്ട് ടി മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ടി മൈനസ് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്തായിരുന്നു, എക്സ് ആയിരുന്നു. അപ്പോൾ ഇ റൈസ് ടു എക്സ്. അതേപോലെ നമ്മൾ ടീന് ഇതിപ്പോൾ ടി മൈനസ് 1 എക്സ് ആണെങ്കിൽ ടി കിട്ടണമെങ്കിൽ എന്നാൽ എക്സിന് 1 അങ്ങോട്ടേക്ക് -1 അങ്ങോട്ടേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ടി പ്ലസ് 1. അപ്പോൾ എന്ത് വന്ന് എക്സ് പ്ലസ് 1 -2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 അല്ല എക്സ് പ്ലസ് 1 ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഈ 1 - 2 -1 അപ്പോൾ എക്സ് -1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1. ഞാൻ കാര്യം പറയാമല്ലോ, മിസ്സലേനസ് തന്നെ
ഏറ്റവും കടുപ്പമേറിയ, മിസലേനസ് അല്ലെങ്കിലും കടുപ്പമാണ്, അതിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ ചോദ്യം. നിങ്ങൾ ആലോചിക്കുക, ഞാനിത് എത്രമാത്രം സമയം എടുത്തിട്ട് 25 മിനിറ്റോളം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. 25 മിനിറ്റ്സ്, അത്ര സമയം വേണ്ടി വന്നതിന് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, വെരി ലെങ്തി. എനിക്ക് തന്നെ ഇതിൻ്റെ അടുക്ക് എന്നാൽ 1-2 സ്ഥലത്ത് ഒരു കോൺസെൻട്രേഷൻ, ചെറിയൊരു കോൺസെൻട്രേഷന് തെറ്റിപ്പോയതുകൊണ്ട് വലിയ എനിക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്ത് പിന്നെയും ഞാൻ കണ്ടിട്ടാണ് സംഭവം മനസ്സിലാക്കിയത്. സോ കാര്യം പറയാം, നല്ല ഡൈറ്റ് ചോദ്യം ചെയ്ത് എന്താ പറയുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും എക്സാമിന് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നുണ്ടല്ലോ, ഇറ്റ്സ് ദാറ്റ് മച്ച് ലെങ്തി. സോ അങ്ങനെയാണ്, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, 19-ലെ ബി പാർട്ടി ഇന്നലെ എന്ന് പറയേണ്ടത് 30 മിനിറ്റ് എടുത്തിട്ട് അത്രയും എന്താ പറയുക വലിയ ഡെറിവേഷൻ ആയിരുന്നു. അത് അതിൻ്റെ ക്ഷീണെല്ലാം മാറി സ്ഥിതിക്കെന്ന് പറയുക. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, ഐ ഇസിക്കൽ ടു ഇൻ്റഗ്രൽ. ഇത് കഴിഞ്ഞതോടുകൂടി ഈ മാത്സത്തെ എന്ന് പറയുക ഇൻ്റഗ്രൽസിൻ്റെ സെക്ഷൻ ഏതോടുകൂടി കഴിഞ്ഞ് ദിസ് ഇസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം ഇൻ്റഗ്രൽസ്. ഇതും കുറച്ച് അത്യാവശ്യം ചെയ്യാനുണ്ട്. ഡി എക്സ് ഇതെന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യമോ നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു ഫോർമുലയിലേക്ക് മാറ്റണം. അതായത് 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, 2 എന്ന് പറയേണ്ടത് ചെയ്യാൻ പറ്റുന്ന 2 ഇൻ്റഗ്രലാക്കി മാറ്റണം. അതിന് ഇതൊരു ഭയങ്കര പ്രശ്നം. ഇതിപ്പോൾ വെറും ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ഇതായിരുന്നെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് എന്താ പറയുക, ഇതിനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്തിട്ട് ഇതിന് ഒരു ഫോർമുല ഉണ്ട്, ഇത് ചെയ്താൽ മതി. ഞാൻ ഫോർമുല എന്താണെന്നില്ല ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഇതില്ലോണ്ട് പ്രശ്നം പറ്റി, ഈ സാധനം നമ്മൾ ഇറങ്ങാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയെങ്കിലും എന്താ പറയുക സാധനം മാറ്റിപ്പിടിക്കണം. 5x + 3 ഞാൻ എഴുതി. അതിനെ എന്താ പറയേണ്ടത്, ഞാൻ എന്നെ പാർഷ്യൽ ഫ്രാക്ഷനാക്കി മാറ്റുകയാണ്. എ ഇൻറ്റു ഒരു എന്ന് പറയേണ്ടത് ഒരു ടേം, എ ഇൻറ്റു എന്ന് പറയേണ്ടത് ഈ പറയുന്ന ഈ ഉള്ളിലത്തെ താഴത്തെ ടേം അല്ല, ഇതിൻ്റെ എന്തെടുക്കണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. d/dx ഓഫ് x² + 4x + 10 പ്ലസ് ബി. ഈ എയും ബിയും എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കണം ഇനി ഇത് വെച്ചിട്ട്. അതിപ്പോൾ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക, 5x + 3 = a ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ്, 2x-ൻ്റെത് അല്ല x²-ൻ്റെത് 2x, 4x-ൻ്റെത് 4, മറ്റേ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 പ്ലസ് ബി. അപ്പോൾ എന്ത് ചെയ്യുക, എനിക്ക് എനെ ഇങ്ങോട്ടേക്ക് എന്ന് പറയേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5x + 3 = a ഇൻറ്റു 2x 2ax പ്ലസ് a ഇൻറ്റു 4 4a പ്ലസ് ഇവിടെ എന്തുണ്ട്, പ്ലസ് ഒരു ബിയും ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി കമ്പാരിഷനാണ്. ഇത് ഒരു ടേമായിട്ട് കൂട്ടുക, ഇതൊരു ടേമായിട്ട് കൂട്ടുക. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത്, എക്സിൻ്റെ കൂടെ ഉള്ളത് ഒരു ടേമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കമ്പയറിങ് ദ കോഎഫിഷ്യൻസ് വി ഗെറ്റ് 5x. ഞാൻ ആദ്യം കമ്പയർ ചെയ്യുന്നത്. 5x = 2ax എന്ന് കിട്ടി. അപ്പോൾ ഈ എക്സും സെയിം ആയിട്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 2a = 5, a = 5/2 കിട്ടിയല്ലോ, = 5/2. ഇനി അടുത്തത് എന്ത് ചെയ്യുക, എനിക്ക് ഈ കോൺസ്റ്റൻറ്റ് ടേം ഈ 3യും ഈ 4a + ബിയും കമ്പയർ ചെയ്യാം. 4a + b = 3 തന്നെ. അപ്പോൾ എന്താ, എനിക്കിവിടെ ഇതിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ 4 × 5/2 2 പ്ലസ് ബി = 3. അപ്പോൾ 2 × 5 എത്രയാണ്, 10. 10 + b = എന്താ വരും, 3. b = 3 - 10. 3 - 10 = -7. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് എഴുതാം, എൻ്റെ ഈ 5x + 3 എനിക്ക് മാറ്റിയിട്ട് അതിൻ്റെ പകരമായിട്ട് ഇത് എഴുതുന്നതിൻ്റെ പകരം വാട്ട് ഐ ക്യാൻ റൈറ്റ്, ഈ പറയുന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ എന് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 5/2 ഇൻറ്റു ഈ പറയുന്ന നമ്മളിപ്പോൾ ഇവിടെ കിട്ടിയതാ ഈ ഇതിലേക്കാണ് നമ്മൾ എന്ന് പറയേണ്ടത്. ദിസ് ഈസ് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഇത് കൊടുക്കുന്നതിന് പകരം എനിക്ക് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, ഈ ഫോർമുല വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാം. അതായത് എനിക്ക് ഇവിടെ ഇത് എഴുതുന്നതിന് പകരം എനിക്ക് ഈ പറയുന്ന ഇപ്പോൾ എന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കൂ, ബിന് ഇതിൻ്റെ വാല്യൂ കൊടുക്കും. അപ്പോൾ ഈ കിട്ടുന്നത് എനിക്ക് എന്ത് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കാം, ഈ 5x + 3ൻ്റെ പകരം കൊടുക്കാം. അപ്പോൾ 5/2 ഇൻറ്റു 2x + 4 അല്ല, 2x + 4 പ്ലസ് എന്താ ഇവിടെ എന്ന് പറയേണ്ടത് ബീൻ്റെ സ്ഥാനത്ത് -7. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ഇത് വൃത്തിക്ക് എഴുതുന്നതിൻ്റെ പകരം ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ഇത് തൽക്കാലത്തേക്ക് വൃത്തിയാക്കണം, ഇത് ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയേണ്ടത്. ഇനി എന്ത് ചെയ്യാം, ഞാൻ അടുത്ത പേജ് എടുത്ത് I = ഇൻ്റഗ്രൽ 5x + 3 / ഇതിൻ്റെ പേരെന്തായിരുന്നു, x² + 4x +
10 dx. ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ പകരം നമ്മൾ കണ്ടുപിടിച്ച ആ സാധനം ഉണ്ടല്ലോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5/2 ഇത് 2x + 4 പിന്നെ അവിടെ ഒരു -7 ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ -7 dx ഡിവൈഡഡ് ബൈ x² + 4x + 10. ഇനി എന്ത് ചെയ്യുക, എനിക്കിത് സ്പ്ലിറ്റ് ചെയ്യുക. എനിക്ക് ഇതിനെ ഒരു ടേം ആക്കിയിട്ടും ഇതെന്ന് പറയുന്നത് എനിക്ക് വേറെ ടേം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ 5/2 × 2x + 4 ഡിവൈഡഡ് ബൈ x² + 4x + 10. എനിക്ക് ഈ 5/2 പുറത്തെടുക്കുക, ഞാൻ പുറത്തെടുക്കാതില്ല, ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പുറത്തെടുക്കുക, ഇത് കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുക്കുക. മൈനസ് ഇൻ്റഗ്രൽ 7 ഡിവൈഡഡ് ബൈ x² + 4x + 10. ഇപ്പോൾ നമുക്ക് എന്താ ഇത് എളുപ്പമായിട്ട് മാറുന്നുണ്ട്. എന്ത് ചെയ്യുക, ഈ കോൺസ്റ്റൻ്റ് ടേംസിനെല്ലാം പുറത്തെടുക്കുക. 5/2 × ഇൻ്റഗ്രൽ 2x + 4 ഡിവൈഡ് ബൈ x² + 4x + 10 dx മൈനസ് ഈ 7 പുറത്തെടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 1/√x² + 4x + 10 dx. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ല ആക്ച്വലി മുകളിലുള്ളത്. ലൈക്ക് ഞാനിപ്പോൾ f(x) എന്നാൽ f'(x) എന്ന് പറയേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിലുള്ളത്. ലൈക്ക് ഇതിൻ്റെ ഇപ്പോൾ ഡെറിവേറ്റീവ് 2x + 4xൻ്റെ ഡെറിവേറ്റീവ് 4 + 0. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് മുകളിലുള്ളത്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ ഫംഗ്ഷനും മുകളിലതിൻ്റെ ഡെറിവേറ്റീവിന് ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് 2 എന്താണ് √f(x) അതാണ് ആൻസർ വരിക. അതായത് എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ +c. ഇതൊരു ബേസിക്കായിട്ട് ഞാൻ തന്നൊരു ഫോർമുല, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസിൽ ഇത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ f'(x) ഡിവൈഡഡ് ബൈ f(x) = 2√f(x + c. അപ്പോൾ അത് പ്രകാരം ചെയ്യുന്ന സമയത്ത് 5/2 × എന്താണ് × 2 എന്താ x², ഈ f(x) അതാ താഴെയില്ല സാധനം, അപ്പോൾ x² + 4x + 10. അപ്പോൾ ഈ 2 കട്ടായി. ഇതിന് ഞാൻ തൽക്കാലത്തേക്ക് ഇതിനിപ്പോൾ ഞാനൊരു I2 എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ 7 × ഇൻ്റഗ്രൽ I2 അത് സെപ്പറേറ്റ് ആയിട്ടും ചെയ്യണം. ഇതിന് ചെയ്യണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം, ഇത് നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യണം. അപ്പോൾ x² ഇതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ x² + 4x ഇതിൻ്റെ പകുതി 2ൻ്റെ സ്ക്വയർ 4, അപ്പോൾ +10 ഇവിടെ ഉണ്ട് -4, കാരണം ഇവിടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന് കുറക്കുകയും വേണം. അപ്പോൾ ഇതെന്തായി മാറി, ഇത് x + 2² ആയി, ഇത് 10 - 4 + 6 ആയി. അപ്പോൾ ഞാൻ ഇതിനെ ഇതിപ്പോൾ ഒരു x² + ഇതിപ്പോൾ ഒരു 6 എങ്ങനെ ചെയ്താൽ √6 എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ √6² അപ്പോൾ ഇത് x² + a² ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എന്ത് എഴുതാം, 5 × ഇൻ്റഗ്രൽ x² + 4x + 10 - 7 × ഇൻ്റഗ്രൽ 1/x + 2² + √6² അതിൻ്റെ റൂട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ ഇത് സ്പെഷ്യൽ ഇൻ്റഗ്രൽ ആണ്. ഇൻ്റഗ്രൽ 1/√x² + a² dx എന്ന് പറയുന്നത് ln mod of x + √x² + a² + c ആണ്. അപ്പോൾ ഞാനത് ഇവിടെ എനിക്ക് എന്ന് പറയേണ്ടത് സമയക്കുറവുമല്ലോ ഞാൻ ചെയ്യുകയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുക x + 2² + √6² ln എക്സിൻ്റെ സ്ഥാനത്ത് x + 2 പിന്നെ x² + a²ൻ്റെത് എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മൾ ആദ്യത്തെ f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ സാധനം ഇവിടെ എഴുതുന്ന സമയത്ത് എന്താണ്, ഇത് കംപ്ലീറ്റ് ആൻസർ ഞാൻ വായിക്കുവാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ.